നിർത്തണം. വലാ തഫറഖൂ ഫീ, അതിരി വിട്ട് നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഭിന്നിക്കരുത്. അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ. കബറ അലൽ മുശ്രിക്കീന മാ തദ്ഉഹും ഇലൈഹി അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. താഴ്മയോടെ മടങ്ങുന്നവരെ മാത്രമേ അല്ലാഹു ഹിദായത്തിൽ എത്തിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ അള്ളാന്റെ ദീനല്ലേ മനുഷ്യന്മാര് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇങ്ങനെയൊക്കെയുള്ള സംഗതിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ അങ്ങോട്ട് പോകാം. കാരണം അതിൻ്റെ മാനിഫെസ്റ്റോ മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യന്മാർ ഇത് അള്ളാൻ്റെ ദീനല്ലേ. അള്ളാൻ്റെ ദീനിൽ നമ്മൾ ഒരാളോട് പറയേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും ഒരാളോട് നമ്മൾ എതിർക്കേണ്ടതും അള്ളാൻ്റെ നിയമം അനുസരിച്ചല്ലേ. അള്ളാൻ്റെ നിയമം നമ്മൾ പരിഗണിക്കാതെ ഒരാളോട് നമ്മൾ എതിർത്താൽ അതിലെന്താ ഉള്ളത്? പിടിച്ചിങ്ങോട്ട് കെട്ടി ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി, ഉറക്കെ പറ സയ്യിദ്ന അലി, ഉറക്കെ പറ സയ്യിദ്ന അലി, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ പിടിച്ച് കെട്ടി ഖൈബറിൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ആളെ പിടിച്ച് കെട്ടി സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മലർത്തിയിട്ട് എന്നിട്ട് അയാളെ ശരിയാക്കാൻ ഒരുങ്ങുന്ന നേരത്ത് അയാൾ ഫബസഖ ഇലാ വജ്ഹി, മുഖത്തേക്ക് അങ്ങോട്ട് തുപ്പി. മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഫഖല്ല യദൈഹി, കൈ വിട്ടു സയ്യിദ്ന അലി. ഫഖാമ മിൻ ബദനിഹി, തടിമന്ന് എണീറ്റു സയ്യിദ്ന അലി. അങ്ങോട്ട് പിന്തിരിഞ്ഞു പോയി സയ്യിദ്ന അലി. ഉറക്കപ്പറ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത്ര നല്ലൊരു അവസരം ഉണ്ടായിട്ട് എന്തിനാ അയാളെ വിട്ടത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അയാളോട് യുദ്ധം ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അയാളെ പിടിച്ച് കീഴ്പ്പെടുത്തിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പിടിച്ച് കൂട്ടിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവനെ ശരിയാക്കണം വിചാരിച്ച് ഒരുങ്ങിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പിപ്പോയി. അപ്പോൾ എനിക്ക് അവനോടൊരു ദേഷ്യം വന്നു. ആ നേരത്ത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അങ്ങനെ വിട്ടതാണ്. സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. ഇതാണ് ദീൻ. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദീൻ. ഇവരെ പിന്തുടരാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ട മുസ്ലിം സംഘടനാ നേതാക്കൾ താഴേക്കിടയിലുള്ളവർക്ക് ഈ നിർദ്ദേശം കൊടുക്കൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇത് മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തൽ. ഇതൊരു ഉപദേശമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മൾ അറിയാതെ ബഹുമാനപ്പെട്ട സത്യദീനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അറിയാതെ നമ്മൾ അള്ളാഹുവിൻ്റെ സത്യദീനിൽ നിന്ന് ജാഹിലിയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത്, നമ്മൾ അറിയാതെ തിരിച്ചു പോകുന്നത് ഗൗരവമായി നാം ഓർക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഫുസ്സുലത്തിൽ എന്താ ദഅവത്തിനെ പറ്റി പറഞ്ഞത്? ദഅവത്താണല്ലോ എല്ലാവരും ലക്ഷ്യം അല്ലേ? എല്ലാവരും ലക്ഷ്യം എന്താ? പ്രബോധനം. ശരി, പ്രബോധനത്തെ പറ്റി എന്താ പറഞ്ഞത്? പ്രബോധനത്തിന്റെ ആയത്താണ് സൂറത്ത് ഫുസ്സിലത്ത്. കേട്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാൻ وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. സൂറത്ത് ഫുസ്സിലത്ത് അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ കൂടെ നിങ്ങളെ മനസ്സറിഞ്ഞൊന്ന് ഓതി എൻ്റെ കൂടെ. ഇതല്ലേ ദഅവത്ത്? ദഅവത്ത് ആർക്ക് വേണ്ടിയാ? ആ ദഅവത്തിൻ്റെ ചാനലാണ് ഈ ഓതിയായിട്ട്. ഈ ചാനലിൽ നിന്നിട്ടേ പ്രബോധനം ചെയ്യാവൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ومن أحسن قولا ممن دعا إلى الله. അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനില്ല. ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. അതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനില്ല. പക്ഷെ വഅമില സ്വാലിഹാ, അവൻ സ്വാലിഹായ കർമ്മത്തെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവൻ ചെയ്യുന്നതും നല്ലതായിരിക്കണം.
വഖാല, അവന് പറയാൻ കഴിയണം, ഈ ഒരു സൽസ്വഭാവം രീതിയും എനിക്കുണ്ടായത് ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആയതുകൊണ്ടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, ഏതൊരാളോടും നല്ലത് കൊണ്ട് പ്രതികരിച്ചാലും ചീത്ത കൊണ്ട് പ്രതികരിച്ചാലും ഒരുപോലെയാവില്ല. ഒരാൾ ഒരു അബദ്ധം ചെയ്തു, അപ്പോൾ അയാളോട് നമ്മൾ നല്ല നിലക്ക് പ്രതികരിച്ചാലും ചീത്ത കൊണ്ട് പ്രതികരിച്ചാലും ഒരുപോലെയല്ല. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, ഏതൊരെതിരാളിയോടും നിങ്ങൾ ചീത്ത കൊണ്ട് പ്രതികരിക്കരുത്. നല്ല വാക്ക്, നല്ല പെരുമാറ്റം, നല്ല രീതി. നമുക്ക് തന്നെ ഇല്ലേ അങ്ങനെ? വളരെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് തന്നെ ഇല്ലേ അങ്ങനെ? വീട്ടിൽ കയറി വന്നു, അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ കുറച്ച് കഞ്ഞി കുടിക്കടോ എന്ന് പറഞ്ഞു. കഞ്ഞി വേണ്ട ഉമ്മ. എന്താ മോനെ, ഞാൻ 9 മണിക്ക് തുടങ്ങിയതല്ലടാ, നിനക്ക് വേണ്ടി കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയത്. മോനെ കഞ്ഞി കുടിക്ക് പൊന്നു മോനെ. അടുത്ത ഹോട്ടലിൽ കയറിയിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പൊറാട്ട നിറച്ച് വരികയാണെങ്കിലും ഉമ്മാൻ്റെ ആ വാക്ക് കേട്ടിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. നേരെ മറിച്ച് വിശന്ന നേരം കയറി വന്നപ്പോൾ ഉമ്മ എന്ത് ചെയ്ത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് കഞ്ഞി ഒരു വേണമെങ്കിൽ മുണുങ്ങിക്കുമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞാലും കഴിക്കില്ല, ഭാര്യ പറഞ്ഞാൽ അന്ന് തൊരാക്കാവും. ഒരു മനുഷ്യനോട് പറയാൻ, ഏതൊരാളും ഒരാളോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ, അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ രീതി നന്നാക്കണം, സ്വന്താണെങ്കിൽ അത് തുറന്നു പറയണം. വളരെ ചിന്തിക്കണം. പ്രബോധനത്തിന്റെ മറവിൽ നിന്നിട്ട് ശൈത്താനിയത്തിന്റെ കളി കളിക്കരുത്. അതല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ സ്വഭാവം മാറ്റണം. പ്രശ്നം നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലത് കൊണ്ട് പ്രതികരിച്ചാലും ചീത്ത കൊണ്ട് പ്രതികരിച്ചാലും ഒരുപോലെയല്ല. എപ്പോഴും ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കാൻ നോക്കണം. ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല പെരുമാറ്റം. ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ രീതി അനുവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദാഇ സ്വാബിർ ആയിരിക്കണം. ഏറ്റവും വലിയ സ്വാബിർ മുത്തുനബിയാണ്. ഏറ്റവും വലിയ ദാഇയും മുത്തുനബിയാണ്. ചിന്തിക്കുക, ഒന്നാമത്തെ ദാഇ സയ്യിദുന ആദമാണ്. ഈ ഭൂമിയിലെ ആദ്യത്തെ ദീനി പ്രബോധകൻ സയ്യിദുന ആദമ. കരഞ്ഞത് 300 വല്ല, വീരവാദം വയ്ക്കാനല്ല, കരഞ്ഞത് സയ്യിദുന ആദം. ആദമിന്റെ കണ്ണുനീരിൽ നിന്നാണ് സ്വന്തം സഞ്ചബീലും ഇഞ്ചിയും റൂതും ചന്ദനവും മുളച്ചത് സയ്യിദുന ആദം. കരഞ്ഞുപോയി ആദ്യത്തെ പ്രബോധകൻ സയ്യിദുന ആദം. ഉറക്കപ്പറ സയ്യിദുന ആദം മാസൂമായ സയ്യിദുന ആദം മാസൂമ തന്നെയാ. പക്ഷെ പറഞ്ഞത് അങ്ങനെയാ. എന്തേ? അതാണ് ദാഇയുടെ പ്രബോധകന്റെ രീതി. ചിന്തിക്കണം, പ്രബോധകന്റെ സ്വഭാവം ചിന്തിക്കണം. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അത്രയും വലിയ സൽസ്വഭാവം, ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം. പരിഹാസം എന്ന് ഏകദേശം വേദികളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിഹാസം നിർബന്ധമായി നിർത്തണം. ഒരിക്കൽ ഇപ്പിങ്ങോട്ട് കൊണ്ടുവരിക, ഒരാളെ പ്രസംഗത്തിൽ നിന്നിങ്ങോട്ട് അടർത്തുക, അതിങ്ങനെ ഒരു തൽപ്പം ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഞാനൊരു ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊരാളുടെ വാക്കാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാലോ. സന്ദർഭത്തിൽ നിന്ന് അങ്ങോട്ട് കട്ടെടുക്കുക. പഴയ കാലത്തെ വിമർശനത്തിനൊരു രീതി ഉണ്ടായിരുന്നു. ഇത് CN അഹമ്മദ് മൗലവി ഇന്നാലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം പരിശോധിക്കുക. അത് ശരിയല്ല, അതിങ്ങനെയാണ്. എത്ര വലിയ വൃത്തിയുള്ള വാക്കാണ്. ആ ആൾക്ക് ആ CN അഹമ്മദ് മൗലവിയുടെ പുസ്തകം വാങ്ങി പരിശോധിച്ചാൽ ഒരു ഏകദേശം എഴുതി കിട്ടും. ഈ വാള് കേട്ടാൽ അതിനൊരു യഥാർത്ഥ ചിത്രം കിട്ടും. അതല്ലേ ദഅവത്തിൻ്റെ രീതി. സന്ദർഭത്തിൽ നിന്ന് ഒരു കഷ്ണം കൊണ്ട് അടർത്തിയെടുക്കുക. അതൊരു കഷ്ണം 2 അക്ഷരം 3 അക്ഷരമൊക്കെ ആയിരിക്കും ഒരു വാക്ക്. അതൊക്കെ അടർത്തിയെടുക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ത്യാഗം, ഇവർ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ സ്വർഗ്ഗം. ഈ ത്യാഗം അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ സ്വർഗ്ഗം. അടർത്തി അടർത്തിയെടുക്കുക. എന്നിട്ടൊരു അങ്ങാടിയിൽ ബഹുമത സമൂഹം, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ. എന്നോട് ഒരു വയസ്സം പറഞ്ഞു, പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് തബാറക്ക ഓതാം എന്ന് വിചാരിച്ചിട്ട് അങ്ങാടി കയറിയതാ. അപ്പോൾ അപ്പുറത്ത് ഹിന്ദു സഹോദരങ്ങളായ ചെറുപ്പക്കാർ ചായം കുടിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, പോവല്ലേടാ. അപ്പോൾ മറ്റവൻ്റെ മറുപടി, പോവേണ്ട,
മാപ്പിളാർ ഇന്ന് ആരെങ്കിലും ചീത്ത പറയാതിരിക്കൂല, കുറച്ച് കേട്ടിട്ട് പോവാം. ഇത് പറഞ്ഞ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു മഹലിന്റെ പ്രസിഡന്റാണ്. ഇത് പറഞ്ഞ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ പറഞ്ഞ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വേദനയോടെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ നന്മ കൊണ്ട് നമുക്ക് മാപ്പിളാണ് പേരിട്ടതാണ്. നമ്മളെ മുഖം കണ്ടപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ഒരാൾ, അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹംസി റളിയല്ലാഹു. ആ മനുഷ്യൻ പൊന്നാനിന്ന് കോഴിക്കോട് എത്തിയപ്പോഴത്തേന് 1000-ഓളം ആളുകൾ ആ മുഖം നോക്കി മുസ്ലിമായി. അതാണ് ഷെയ്ഖ്, ബഹുമാനപ്പെട്ട അബുൽ വഫ. അറിയൂല്ലേ, ഷെയ്ഖിന്റെ പള്ളി ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹംസിൽ നിന്ന് വന്ന അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. പൊന്നാനിന്ന് കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടന്നപ്പോഴത്തേന് 1000-ഓളം ആൾ മുസ്ലിമായി. ആ മുഖത്തേക്ക് നോക്കിയിട്ട് അതാണ് മുസ്ലിം, അതാണ് പ്രബോധകൻ, അതാണ് മുസ്ലിം. ഇതൊരു മനുഷ്യന്റെ പ്രഭാഷണത്തിന് ഇങ്ങോട്ട് അടർത്തിയെടുക്കുക, അടർത്തില്ല, തെറ്റാണത്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിനങ്ങോട്ട് പൊടിപ്പും തുങ്ങലും വെച്ചിട്ട് ഒരു അങ്ങാടിയിൽ ഒരു സേരി വെച്ചിട്ട്, എന്തെന്നാണല്ലേ മനുഷ്യന്മാരെ ഈ കാട്ടിക്കൂട്ടുന്നത്? മറ്റ് സമുദായക്കാർ കാണൂല്ലേ ഇത്? അയ്യയ്യേ, ഭാഷണത്തരത്തിന്റെ അവസാനം നാണം കെട്ട് പോവല്ലേ മനുഷ്യന്മാർ? എന്താണെങ്കിലും ഒരു മുസ്ലിം ആക്ഷേപിക്കല്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ കളിയ പരിഹസിക്കുക, എന്നിട്ട് മറ്റവൻ ഇങ്ങോട്ട് പരിഹസിക്കുക, അങ്ങോട്ട് പരിഹസിക്കുക. പരിഹസിക്കൽ എങ്ങനെ ദീനാവുക? സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലി ജനതയോട് പറഞ്ഞ ഒരു ചരിത്രമുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. വഇദ ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദുനാ ഹുസുവാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ചിന്തിച്ചോ, എന്താ ഈ പറഞ്ഞതെന്ന് ചിന്തിച്ചോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. സൂറത്തുൽ ബഖറ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദുനാ ഹുസുവാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. പ്രബോധകരെ ചിന്തിക്ക്. മൂസാ നബി പറഞ്ഞു, ജനങ്ങളെ, അവർക്കിടയിൽ ഒരു കൊലപാതകമുണ്ടായി. അപ്പോൾ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഒരു പശുവിനെ അറുത്തോളൂ. പശുവിനെ അറുത്താൽ കൊലപാതകം തെളിയും. ഇസ്രായേലികൾ സിനായ് മരുഭൂമിയിൽ ഇസ്രായേലികൾ താമസിച്ച കാലഘട്ടത്തിലാണ് അവർക്കിടയിൽ ഒരു കൊലപാതകം നടന്നത്. ആ കൊലപാതകം നടന്നപ്പോൾ സയ്യിദുനാ മൂസാ, ഇസ്രായേലിൽ എല്ലാവരും നേരെ മൂസാ നബിയുടെ അടുത്ത് വന്ന, മൂസ, കൊലപാതകം നടന്നിട്ടുണ്ട്, കൊലയാളിയെ കിട്ടാനില്ല. ആരാ കൊലയാളി? അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ പിടിച്ച് അറുത്താൽ കൊലയാളിയെ തെളിയും എന്ന് അള്ളാഹു പറയുന്നതായി സയ്യിദുനാ മൂസ. അപ്പോൾ നാട്ടുകാർ മൂസയോട് കയർത്തു, മൂസ അതത്തഖിദുനാ ഹുസുവാ, നീ ഞങ്ങളെ പരിഹസിക്കുകയാ. ചിന്തിക്കണേ. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. മൂസാ നബി പറഞ്ഞ് കൊലയാളിയെ തെളിഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ പിടിച്ച് അറുത്താൽ നിങ്ങളുടെ കൊലപാതകം തെളിയും. അപ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വന്നു. അതത്തഖിദുനാ ഹുസുവാ, നീ ഞങ്ങളെ പരിഹസിക്കുകയാ മൂസ. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ പണിയെടുക്കുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. ഏതാ ജാഹിലീങ്ങളെ പണി? പറ. മനുഷ്യനെ പരിഹസിക്കുക. വളരെ ഏത് മനുഷ്യനെ പരിഹസിക്കാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ചിന്തിക്കുമ്പോൾ ആരെയും പാടില്ല. അമുസ്ലിം എന്ന കണക്കൊന്നുമില്ല. ആരും പരിഹസിക്കാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ. അൽ ബഖറ റഹ്മത്തുള്ള പറയുന്നേ ഇല്ല, ഇന്ന് അല്ലാഹു പറയാണ്, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ജാഹിലീങ്ങളെ പോലെ പെരുമാറുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കണോ എന്ന് സയ്യിദുനാ മൂസാ. നോക്കൂ, യാസീനിലുണ്ടല്ലോ, യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ. മഹാനായ ബഹുമാനപ്പെട്ട യാ ഹസ്റതൻ അലൽ ഇബാദ്
മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. കുഫ്റിന്റെ രീതിയായിരുന്നു. എന്ത് ഒരു പ്രബോധകനെ കണ്ടാൽ പരിഹസിക്കും. അത് മുഅ്മിനീങ്ങളുടെ രീതിയല്ല. യാസീൻ ഓത്, യാസീൻ യാ ഹസ്രതൻ അലൽ ഇബാദ്. ഒരങ്ങാടിയിലുണ്ട് ഇറങ്ങുക, 100 500 1000 മാപ്പിളാരുണ്ട് ഒരുമിച്ച് വിടുക, എന്നിട്ട് ഒരു LCD ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് വേറൊരു മുസ്ലിയാരെയോ ഒരു മുസ്ലിം അങ്ങോട്ട് മറ്റേ മുസ്ലിം ഇങ്ങോട്ട് പരിഹസിക്കുക. ഇത് ദിവസത്തിൽ പണിയായിട്ടുണ്ട്. ഇത് നിർത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ ആയത്തും ഹദീസും ഓതിക്കൊടുത്ത് മാനമര്യാദയ്ക്ക് പ്രബോധനം നടത്തണം. മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊരു റസൂല് വന്ന് ഒരു ജനതയെ അഭിമുഖീകരിക്കുകയാണെങ്കിലും കുഫറിന്റെ ജനത വേഗം എന്ത് ചെയ്യും? പരിഹസിക്കും. അപ്പോൾ കുഫർ, നരകക്കാരായ കുഫറിന്റെ ശൈലിയാണ് എന്ത്? പരിഹസിക്കുക. ഇതെങ്ങനെ ദഅവത്തിൽ വന്നുപോയി? ഇത് അബദ്ധം തന്നെ. ഇത് കുഫറിന്റെ രീതിയെ ഇസ്ലാമിയത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്രാജ്യത്വത്തിന്റെ കളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പിന്നിൽ ജൂതന്മാർ പണിയെടുക്കുന്നുണ്ടോ എന്ന് പോലും ആലോചിക്കണം. അല്ലെങ്കിൽ എങ്ങനെ എത്ര LCD ഒക്കെ ഇവിടെ ഇറങ്ങി? എല്ലാത്തിന്റെ പിന്നിലും ജൂതന്മാരുണ്ടാവും. ഈ കളിയുടെ പിന്നിൽ മുസ്ലിം സമുദായത്തിന്റെ ദഅവത്ത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധമായ ദഅവത്ത് നടന്ന നാടാണ് കേരളം. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ആ ദഅവത്ത് ഇങ്ങനെ അശുദ്ധമാക്കുന്നതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ ബ്യൂറോക്രസിയുടെ കളി പോലും ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി. മുസ്ലിമീങ്ങളൊക്കെ യോജിക്കണമെന്ന് പറഞ്ഞു. അതോടുകൂടെ അവർ ആ കൊടച്ചക്കറൊക്കെ മടക്കി കിട്ടി. മനസ്സിലാ പോയി, ഒരു കൊടുത്തതേ ഇല്ല. നേരെ മറിച്ച് ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ പരിഹസിച്ചാൽ ലൈവ്, പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് ലൈവ്. എൻ്റെ അവർ നല്ലത് പറഞ്ഞിട്ട് കാസിമിയെ നല്ലത് പറയാനാണല്ലോ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് പേന തന്നത്. സർഗ്ഗകലയാണല്ലോ, അള്ളാന്റെ നിഅമത്താണല്ലോ കല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എൻ്റെ പത്രക്കാരെ, എൻ്റെ ചാനലുകാരെ, നിങ്ങൾ നന്മ ഉദ്ദേശിച്ച പത്രക്കാരെ ഞാൻ വിമർശിക്കുന്നില്ല. മനോരമയൊക്കെ അതിൽ വലിയ നല്ല സേവനം ചെയ്തിട്ടുണ്ട്, ഞാൻ അവരെ വിമർശിക്കുന്നില്ല. പക്ഷേ ചാനലുകാർ ഈ വിഷയത്തിൽ സാധാരണയായി രാവും വൈകുന്നേരവും ഒക്കെ മുസ്ലിമീങ്ങളെ തിന്നുന്ന കോഴിക്കോട്ടെ ചാനലുകാർ അത് മിണ്ടിയില്ല. അപ്പം എന്താ നിങ്ങളെ ഉള്ളിലിരിപ്പ് ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്, നിങ്ങൾ ലക്ഷ്യം ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്. ഈ പണി അവസാനിപ്പിച്ചിട്ട് സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ കൂടെ നിൽക്കണം. ഇത് നന്മയുടെ ഭാഗമാണെന്ന് ഞാൻ മിനിഞ്ഞാന്ന് ഈ ചാനലുകാരോട് കെഞ്ചിയതാ. ഇത് നന്മയുടെ ഭാഗം മാത്രമാണ്. മുസ്ലിം സമുദായം രാജ്യത്തിന് അനർഘമായ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ്. ഇത് ഭിന്നിച്ച് നശിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ പരിഹസിക്കുന്നവരുടെ ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരാളെ പരിഹസിച്ചാൽ ശിക്ഷ എന്താണ്? ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസി ഫിദ്ദുനിയാ യുഫ്തഹു ലഹും യൗമൽ ഖിയാമ ബാബും മിൻ അബ്വാബിൽ ജന്ന. ശ്രദ്ധിക്കണേ, ജനങ്ങളെ പരിഹസിക്കുന്നവരെ അള്ളാന്റെ കോടതിയിൽ നിന്ന് നേരെ സ്വർഗത്തിന്റെ വാതിലിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് യുഫ്തഹു ലഹും ബാബും മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു വാതിൽ അവർക്ക് തുറന്നു കൊടുക്കും. ഹലുമ്മ, കേറി വാ എന്ന് പറയും. ഫഇദാ ദന, അടുത്തേക്ക് എന്നാൽ ഉഗ്ലിക, അടക്കും, പരിഹസിക്കും. മനസ്സിലായില്ല? പരിഹസിക്കുന്നവരുടെ ശിക്ഷ അല്ലാഹു കാക്കട്ടെ. ഞാൻ പറയല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ഗുരുനാഥൻ മുത്ത് മുഹമ്മദ് മുസ്തഫ, ശുദ്ധമായ പ്രബോധനം നിർവഹിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ. കേരളത്തിലെ മുസ്ലിം സംഘടനകളെ എന്ത് തീരുമാനം എൻ്റെ പേരിലെടുത്താലും എനിക്ക് വിചാരില്ല. എനിക്ക് സന്തോഷമായി. ഇത് പറയാൻ കഴിഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ മുസ്ലിമീങ്ങളെ, നമ്മൾ ലോകത്തിന് മാതൃകയാകേണ്ട നമ്മൾ നശിക്കരുത്. ഹബീബ് പറഞ്ഞത്, പരിഹസിക്കുന്നവരുടെ ശിക്ഷ എന്താ? യുഫ്തഹു ലഹും ബാബും മിൻ അബ്വാബിൽ ജന്ന, അവർക്ക് നേരെ അള്ളാന്റെ കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നത് സ്വർഗത്തിന്റെ വാതിലിലേക്കാണ്. എന്നിട്ട് അവർക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഹലുമ്മ, കേറി വാന്ന് പറയും. ഫൈദാ ദന, അങ്ങനെ അവൻ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേത്തിന് വലിയ പ്രയാസപ്പെട്ടിട്ട് അവൻ അതിൻ്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോൾ ഫൈദ അതാഹു, ആ വാതിലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്ത് വേറൊരു വാതിൽ തുറക്കും. ഇങ്ങോട്ട് പറയും. അപ്പോൾ അങ്ങോട്ട് ഓടി ചെല്ലും. ആ വാതിലിൻ്റെ അടുത്തെത്തിയാൽ കാട് മടക്കും. അപ്പോഴത്തിന് മറ്റേ വാതിൽ അവിടെ തുറക്കും. ഹലും അങ്ങോട്ട് വാ. അപ്പോൾ അങ്ങോട്ട് ഓടും. അവിടെത്തിയാൽ അത് മടക്കും.
ഹത്താ യഫിറു ബൈനൽ അബ്വാബി, വാതിലിന്റെ ഇടയിലൂടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും, കയറാൻ കഴിയില്ല, അവസാനം നിന്ന് പോവും, നിൽക്കും, കാലങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. അല്ലാഹു കാക്കട്ടെ. ആരുടെ ശിക്ഷയാണ് ഈ പറയുന്നത്? മനുഷ്യന്മാരെ മനുഷ്യന്മാരെ പരിഹസിച്ചതിന്റെ ശിക്ഷ. ഇതും അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ പരിഹാസം. വാതിലടുത്തെത്തുമ്പോഴത്തിന് വാതിലടക്കും. അവസാനം എന്താ ഉണ്ടാവുക? അവസാനം ഹബീബായ മുഹമ്മദ് മുസ്തഫ അവസാനം ഒരു വാതിൽ അവൻ്റെ മേൽ തുറക്കും. ഫലായുജീബു, അപ്പോൾ അവൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ തുറന്നാൽ പോലും പിന്നെ അങ്ങോട്ട് ചെല്ലറിയോ? മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? അവനെ സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. അവസാനം ഒരു വാതിൽ തുറക്കും, വാന്ന് പറയും. അപ്പോൾ ആ ഭാഗത്തേക്ക് അവൻ പോവില്ല. അവൻ വിചാരിക്കും ഇതും എന്നെ കളിയാക്കിയിരിക്കും. അങ്ങനെ സ്വർഗം അവൻ എന്നേക്കുമായി നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എങ്ങനെയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ നബി മുഹമ്മദ്. ലോകത്തെ ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ആ നേതാവിന്റെ അനുയായികൾക്ക് എന്ത് പറ്റിപ്പോയി? മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. എവിടെ നോക്കിയാലും ബഹുമാനപ്പെട്ട, എവിടെ നോക്കിയാലും മുസ്തഹ്സീങ്ങൾ, പരിഹസിക്കുന്നവർക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല. അതുകൊണ്ട് പരിഹാസത്തിന്റെ ക്ലിപ്പിങ്ങുകളുടെ LCD-കൾ പൂട്ടി വെക്കണം. അത് വേണ്ട നമുക്ക്. അതിവിടെ ഉണ്ടായിരുന്നില്ല. അത് വേണ്ട. LCD ക്ലിപ്പിങ്ങുകൾ വേണ്ട. അത് പൂട്ടി വെക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും ഓടിയിട്ട് ഹബീബിന്റെ സ്വഭാവം വർണ്ണിച്ച് ക്ഷണിക്കുക. ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വഭാവം കേട്ടാൽ ആരാണ് മനുഷ്യരെ സ്വീകരിക്കാത്തത്? ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരിക്കൽ കാലിക്കറ്റ് ടവറിൽ നടന്ന ഒരു യോഗത്തിൽ, യേശുദാസും കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഞാൻ പുണ്യനബിയെ കുറിച്ച് പ്രസംഗിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ആ സദസ്സിൽ പങ്കെടുത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ കോഴിക്കോട്ട് കാലിക്കറ്റ് ടവറിൽ 2 കൊല്ലം മുമ്പ് ഒരു ചെറിയ ഒരു മീറ്റിംഗ്, ഒരു ഇന്റേണൽ മീറ്റിംഗ് നടന്നതിൽ ഹബീബ റസൂലുള്ളാഹിനെ പറ്റി ഞാൻ പ്രസംഗിച്ചു. അതിലൊരു ഉദ്ഘാടകനോ മറ്റോ ആയിട്ട് യേശുദാസുമുണ്ട്. യേശുദാസിൻ്റെ പ്രസംഗം കഴിഞ്ഞു. MT വാസുദേവൻ നായരെ പ്രസംഗം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസംഗിച്ചു. ആ കൂട്ടത്തിലൊരു എളിയവനാണ് ഞാൻ. മന്ത്രി മുനീർ പ്രസംഗിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ എളിയവനാണ് ഞാൻ. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. യേശുദാസ് ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഹബീബായ നബിയെ പറ്റി പറഞ്ഞു. സ്വല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പം പ്രസംഗിച്ചു. റസൂലുള്ളാഹിയുടെ കാരുണ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വേദിയിലിരുന്ന് യേശുദാസ് കരഞ്ഞുപോയി. പ്രസംഗം കഴിഞ്ഞ് എണീറ്റാണ് എന്നെ കൂട്ടിപ്പിടിച്ച്. നബിയുടെ കാരുണ്യം കൊണ്ട് കരഞ്ഞുപോയി. യേശുദാസ് കരഞ്ഞുപോയി. മുന്തിരി മുനീർ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ മദ്രാസിൽ വെച്ച് യേശുദാസിനെ കണ്ടിരുന്നു, അയാൾ നിങ്ങളെപ്പറ്റി ചോദിച്ചു. ചിന്തിക്ക്, അള്ളാൻ്റെ ഹബീബിൻ്റെ കാരുണ്യം കണ്ട് ആരാ മനുഷ്യന്മാർ കരയാത്ത? ഏതാ മുസ്ലിമും കരയൂല്ലേ? ഇതല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നടുറോട്ടിലിറങ്ങിയിട്ട് തമ്മിൽ നമ്മൾ ഈ കാണിക്കുന്നതിൻ്റെ നമ്മൾ നമ്മുടെ കിടക്കയിൽ തന്നെ വിസർജിക്കുകയല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളിപ്പോൾ എന്തായി ചെയ്യുന്നത്? നമ്മളെ കിടക്കയിൽ നമ്മൾ വിസർജിക്കുക. അതിൻ്റെ വൃത്തികെട്ട ഗന്ധം കൊണ്ട് ശ്വാസം മുട്ടേണ്ടത് നമുക്ക് തന്നെ, നമ്മുടെ പിൻതലമുറക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അയിനല്ല കാദീന ഹബീബായ തൂബ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറഅതു ഫീ സബൂർ ദാവൂദ് നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത സബൂർ വേദത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആര് പറയാ? നമ്മളെ ദീനി ദഅവത്തിന്റെ പിതാവാണ്. ആര്? പറ കേരളത്തിലെ ദീനി ദഅവത്തിന്റെ പിതാവാരാ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. കേട്ടോ നമ്മുടെ ദഅവത്തിന്റെ പിതാവാണ് ആര്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാം, ഖറഅതു ഫീ സബൂരി ദാവൂദ് നബിയുടെ സബൂർ എനിക്ക് കിട്ടി. ഞാനത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, അള്ളാൻ്റെ ഒരു വാക്കുണ്ട്, തൂബാ ലിമൻ ലം യസ്ലുക് സബീലൽ ആസിമീന, കുറ്റക്കാരുടെ വഴിയിൽ പ്രവേശിക്കാത്തവർക്ക് സ്വാഗതം. വലം യുജാലിസ് ലിൽ ഖാതിഈന, പിഴച്ചവരുടെ കൂടെ ഇരിക്കാത്തവർക്ക് സ്വാഗതം. വലം യദ്ഖുൽ ഫീ ഹുസുഹിൽ മുസ്തഹ്സിഈന, മനുഷ്യരെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാത്തവർക്ക് സ്വാഗതം. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ആരംഭം ഇത് സബൂർ വേദത്തിലുള്ളതായി ഞാൻ കണ്ടുകൊണ്ട് കേരളത്തിന്റെ ദഅവത്തിന്റെ പിതാവാണ് മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു. ഇവിടെ പറ്റി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള അസ്ലിൽ നമ്മൾ പുറകോട്ട് പോകുന്നു. ഇത് വെറുതെ പറയല്ല, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമായി ചിന്തിക്കണം. അൻ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല യൗമൽ ഖിയാമ അയ്ന അല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും വഅസ്മാഅഹും അൻ ലഹ്വി മസാമീർ ശൈത്താൻ. തമാശകളിൽ നിന്ന് സ്വന്തം നഫ്സിനെ ഒഴിവാക്കി നിർത്തിയവർക്കിതാ അവർക്ക് അല്ലാഹുവിൻ്റെ വല്ലാത്ത സ്വർഗീയ സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറയപ്പെടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ഓടുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم. الله സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത്. ഒരു വിഭാഗവും ഒരു വിഭാഗത്തെയും കളിയാക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തറിയാം, ആ വിഭാഗം മറ്റൊരു നിലക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഒരു വിഭാഗവും അബദ്ധത്തെ തിരുത്തി കൊടുക്കാം. ഒരു വിഭാഗവും ഒരു വിഭാഗത്തെ പരിഹസിക്കാൻ കളിയാക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തറിയാം, ആ വിഭാഗം മറ്റു പല നിലക്കും അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ? അവർ നിങ്ങളെക്കാൾ നേരത്തെ സ്വർഗത്തിലെത്തുന്നവരായിക്കൂടെ? നിങ്ങൾക്ക് സ്വർഗത്തിനെ പറ്റി എന്തറിയും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ തജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഒരാളും ഒരാളോട് ജാസൂസിന്റെ പണിയെടുക്കരുത്. റിങ് അടിച്ച് ഒരു ഫോൺ റിങ് എടുത്തു ഒരു മുസ്ലിയാർ. അപ്പുറത്ത് വേറൊരാൾ അസ്സലാമു അലൈക്കും. സാധുവിനെ എന്താ അറിയും? അപ്പം മറ്റോ ഇങ്ങനെ ചോദിച്ച് ഒരു സ്വാഭാവികമായ ഒരു ഫോൺ സംഭാഷണത്തിൽ മനുഷ്യർ എന്തൊക്കെ പറയാം. അതിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാം. ഉമ്മൻചാണ്ടി ശരിയല്ല അങ്ങനെ പറയാലോ. സ്വന്തം ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ആളുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ പറയാം. ചിലപ്പോൾ അയാൾ കോൺഗ്രസ്സുകാരനായിരിക്കാം. എന്നാലും ആ ഇടയ്ക്ക് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു അബദ്ധത്തിൻ്റെ കാര്യത്തിൽ പറയും, അയാൾ ചെയ്ത് ശരിയായില്ല, പിന്നെ മിണ്ടണ്ട, അങ്ങനെയും പറയാം. ഇങ്ങോട്ട് പറയാം. ഒരു ആലിമിനെ പറ്റി പറയാം. നമ്മൾ തമ്മിൽ പറയാം, പള്ളിയിലെ ഉസ്താദ് ചെയ്തത് ശരിയായില്ല എന്ന് പറയാലോ. ഒരു സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയാലോ. അത് നേരെ അപ്പുറത്ത് കോപ്പിയാക്കുക. എന്നിട്ട് നേരെ പിറ്റേന്ന് ഹിന്ദുക്കളടക്കം എല്ലാവരും, ആ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ഉള്ള വലിയ കവലയെ കൊണ്ടുവന്നിട്ട് ഒരു ആലിമിൻ്റെ ഹുർമത്തിനെ പറിച്ചു ചെയ്യുന്ന വിധത്തിൽ പ്രശംസിക്കുക. എന്നിട്ട് ആയിരക്കണക്കായ ആളുകൾ കൂടിയിട്ട് കിളകളാന്ന് ചിരിക്കുക. ഇതെൻ്റെ ദീനാംശന്മാർ, ഇതെവിടെ ഇപ്പം നമ്മൾ എത്തിയത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ, ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ ബാധിച്ച ഓഫലത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ പറ്റി ഒന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഫോൺ ചെയ്യുക, എത്രയാണ് ഒരു ഫോൺ തുറക്കാൻ വയ്യ, ഒരു വാക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ വയ്യ. ആ സംസാരം പിന്നെ നമ്മൾ കേൾക്കുക. പിന്നെ നമ്മൾ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ ഒരു ക്ലിപ്പിംഗ് അപ്പുറത്ത് ഒരു ഫോൺ ചെയ്ത ഒരു മനുഷ്യൻ എന്തൊക്കെ പറയുക. മനുഷ്യന്മാർ പല സമയത്തും മനുഷ്യന് പല സ്വഭാവമല്ലേ, പല രീതിയല്ലേ, എന്തൊക്കെ പറയാം. വേണമെങ്കിൽ വീട്ടിലെ കുട്ടികളോട് ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരും ദേഷ്യപ്പെട്ട് മറ്റേ ഫോണുണ്ട്. ആ ഫോണിൽ എന്താ ചോദിച്ചാൽ അപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ചൂടാവാം. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കുക. നേരെ അതിങ്ങോട്ട് ചോർത്തുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് അതാണ് പ്രദർശിപ്പിക്കുക. എന്തതിൻ്റെ ഹുക്കുമ്? ഇതിൻ്റെ ഹുക്കുമെന്ന് പറയും. ഇതിനെപ്പറ്റി താനി തമ്മാടിത്തരെന്നല്ലേ പറയുക. ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രബോധകന്മാരെ വേഷം കെട്ടിയവർ കോഴിക്കോട്ട് നിന്നും കൊയിലാണ്ടിന്നും പാലക്കാട് നിന്നും അവർ മംഗലാപുരത്ത് പോവുക. എന്നിട്ട് അവിടെ പോയി പ്രദർശിപ്പിക്കുക. ഈ യാത്രയുടെ പേരെന്താ? ഇത് സഫറുൽ മാസിയത്തല്ലേ? ഇത് മാസിയത്തിലെ യാത്രയല്ലേ? വേറൊരുത്തൻ്റെ ഫോണ് ചോർത്തിയത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോണത് തെറ്റായ യാത്രയല്ലേ? ഇതിൽ ജമ്മും കസൂറും ജായിസാവോ? ഇസ്ലാമിന്റെ വലിയ ആനുകൂല്യ യാത്രക്കുണ്ടോ? എന്താ യാത്രയുടെ ഹുക്കുമ്? വേറൊരുത്തൻ്റെ ഫോണെടുത്ത് ചോർക്കുക, അയാൾ രഹസ്യമായി പലതും പറയും, അത് കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുക.
എന്നിട്ട് അതിന് യാത്ര ചെയ്യുക, ഈ കൊടച്ചറൊക്കറൊക്കെ വാരിക്കെട്ടി പോവുക, എന്നിട്ട് അത് മംഗലാപുരത്തും പാലക്കാടും തിരുവനന്തപുരത്തും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക. വൈദൂരം അവർ ജമ്മും കസറാക്കുക. ഇവർക്ക് എന്ത് ജമ്മും കസറുണ്ട്? ഇവരോ നാശാവുന്നു. ഇവരെ കൂടെ പോകുന്ന ഡ്രൈവർമാരുടെ അവസ്ഥ എന്താ? അവർക്കും ജമ്മും കസറുണ്ടല്ലോ. അവർ മാസ്യത്തിനെ സഹായിക്കാൻ പോകുന്നവരല്ലേ. എന്നിട്ട് അന്യ സമുദായക്കാരെ മുന്നിൽ ആ നാട്ടിലെ മാന്യതയുള്ളൊരു നാണം കെടുക. ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ പറയാ, കവലകളിൽ തലേന്ന് നടന്ന ചില സംഭവങ്ങളെയും ക്ലിപ്പിങ്ങിനെയും കുറിച്ച് തൊട്ടടുത്ത കസലിരിക്കുന്ന ദിവാദകരം പറഞ്ഞിട്ട് ചിരിക്കുന്നത് കേട്ടിട്ട് തോലി പോവാണ്. ആരാ? മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരാ? മുസ്ലിമീങ്ങൾ. അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരെ സ്വഭാവം, അവരെ പെരുമാറ്റം, അവരെ രീതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് മഹ്ലൻ ഫിസ്ഖാണ്. ഇത് തമ്മാടിത്തരാണ്. ഇത് നിലക്ക് നിർത്തൽ ഓരോ വിഭാഗത്തിലും വലിയ ഉസ്താദുമാർ കൂടി ചേർന്ന് ഇത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ സംഘടനകളുടെയും ബാധ്യതയാണ്. ഇല്ലെങ്കിൽ എന്താവും? അടുത്ത ദീനിതാവും, അടുത്ത കീഴ്വഴക്കയിതാവും. ഇത് കണ്ടു പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ റഹ്മത്തുണ്ടാവും? എന്ത് റഹ്മത്ത്? ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഭാര്യയും 2 കുട്ടികളെയും താടിയുള്ള നിസ്കാരത്താകുമ്പോൾ ഒരുത്തൻ നോക്കി നിന്നു. ഞാനിങ്ങനെ ആലോചിക്ക, എങ്ങനെ അവന് റഹ്മത്തുണ്ടാവും? എവിടുന്നെങ്കിലും റഹ്മത്തിൻ്റെ വാക്ക് കേൾക്കണ്ട. ഏത് സ്റ്റേജിൽ നിന്നാണെങ്കിലും ശത്രുത അല്ലാതെ കേൾക്കല്ല. പിന്നെ നാടന്മാർക്ക് എങ്ങനെ റഹ്മത്തുണ്ടാവുക? എപ്പോഴാ റഹ്മത്ത് പോവുക? ഒരാൾ ദോഷിയാകുമ്പോഴേ റഹ്മത്ത് എടുത്തു പോവുകയുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ. മനുഷ്യരെ, ഇത് മനം നൊന്ത ഒരു വാക്കാണ്. ഇത് ഞാൻ വെറുതെ പറയുന്ന വാക്കല്ല, ഇത് മനം നൊന്ത വാക്കാണ്. ഒരാൾ ദോഷിയാകുമ്പോഴേ അവന്റെ മനസ്സിൽ നിന്ന് റഹ്മത്ത് എടുത്തു പോകൂ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ ദിവസം റസൂലുള്ളാഹി ദഅവത്തിൻ്റെ ഇജാസത്ത് കൊടുത്ത ഹദീസ് ഞാൻ വായിക്കാം, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. ഹജ്ജത്തുൽ വദാഇൽ പുണ്യ റസൂൽ മുസ്തഫ അവിടുത്തെ ഖുത്ബത്തുൽ മഷ്ഹൂറ ചൊല്ലി, ആ ഖുത്ബത്ത് ശ്രദ്ധിക്കണേ, ഏറ്റവും ലോകപ്രശസ്തമായ പ്രസംഗം. അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹിൻ്റെ റസൂൽ ഇജാസത്ത് കൊടുത്തത്. എന്തിനുള്ള ദഅവത്ത്? ലോകത്തൊക്കെ ദഅവത്ത്. അതിലാണ് അവസാനം അലാഹൽ ബല്ലഗ്തു, അലാഹൽ ബല്ലഗ്തു, അലാഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചെന്നിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ബലായ റസൂലല്ലാഹ്, അതേ നബി അറിയിച്ചെന്ന് പറഞ്ഞ്. എന്നാൽ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇനി ലോകത്തുള്ള നാനാഭാഗത്തേക്കും നിങ്ങൾ അറിയിച്ചു കൊടുക്കിയെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ച പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത് എന്ന് സിദ്ദീഖുൽ അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് വളരെ കുറവാണ്. സിദ്ദീഖുൽ അക്ബർ, ഉറക്കപ്പറ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെ അപൂർവമായ ഹദീസാണ് റിപ്പോർട്ട് ചെയ്തതായി ബുഖാരിയിലും മറ്റുമൊക്കെ കാണുന്നത്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ മഹാനായ സിദ്ദീഖാണ്. ശ്രദ്ധിക്കണേ. ദഅവത്തിൻ്റെ ഇജാസത്ത് കൊണ്ട് നോക്കണേ. അതായത് ദീനി ദഅവത്തിന് റസൂലുള്ളാഹി സമ്മതം കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ അവസാനമായി പറഞ്ഞ വാക്ക് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ജനങ്ങളെ, ഈ മാസത്തെ പോലെ, ഈ ദിവസത്തെ പോലെ, ഈ നാട്ടിനെ പോലെ. ഏതാണ് നാട്? മക്ക. മനസ്സിലായോ പറഞ്ഞത്? ഏതാണ് മാസം? ദുൽഹജ്ജ്. ഏതാണ് ദിവസം? അറഫ. ഈ നാട്ടിനെ പോലെ, ഈ മാസത്തെ പോലെ, ഈ ദിവസത്തെ പോലെ നിങ്ങളുടെ അഭിമാനവും രക്തവും ധനവും നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ പറിച്ചു ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പല്ല് ഇനി അറിയിച്ചു കൊടുത്തോളൂ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിയുടെ ദഅവത്തിൻ്റെ പുറത്തുള്ള നായാട്ടാണ് ഈ നടക്കുന്നത്. ഹബീബ്, ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്നും വിചാരിക്കരുത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്മാർക്കുള്ള സ്വാതന്ത്ര്യം, ഇവിടെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം 47 വാങ്ങിയത് ഇതുപോലെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ ഭൂമിയാണ്. പിന്നെ ഭൂമിയിൽ നിന്ന് ആർക്കും ഒരാളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നൽ അർളലില്ല, ഭൂമി അള്ളാഹിൻ്റെ മുതലാണ്. യൂരിസുഹാമയ്യഷാഉമിൻ. അങ്ങനെ ഇവിടെ പറയാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ നടക്കൂല. എന്തുകൊണ്ട്? ഭൂമി നിങ്ങളൊരാളുടേതും അല്ല, എൻ്റെതും അല്ല. ഇന്നൽ അർളലില്ല, ഭൂമിയുടെ ഉടമക്കാരൻ
അള്ളയാണ്. ഭൂമിയുടെ ഉടമക്കാരൻ ഞാനല്ല, നിങ്ങളും അല്ല, അള്ളയാണ് പറഞ്ഞത്. അള്ളാന്റെ നിയമമാണ്. അല്ലെങ്കിൽ ഒരാൾ പറയട്ടെ ദഅവത്തിന് ഇജാസത്ത് കൊടുത്ത റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ ദഅവത്ത് ചെയ്യുമ്പോൾ മറ്റൊരാൾ അഭിമാനം പറിച്ചു ചെയ്യാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ അത്തരം ചില വേദികളിൽ, സംഘടനാ വേദികളിൽ കൂടി എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഞാനതിന് എല്ലാവരോടും മാപ്പ് പറയുന്നു. പരസ്യമായി ആ വ്യക്തികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കതിന് മാപ്പ് തരണമെന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ. എന്തുകൊണ്ട്? ഇവിടെ ചെറുതായ ഒരു പ്രശ്നമല്ല, അവിടെ ചെറുതായ പ്രശ്നം. ഇവിടെ ചെറുതായ എന്താ മനുഷ്യ പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ ചെറുതായാലെന്താ? ഇവിടെ ചെറുതായാലെന്ത്, ഇവിടെ അകത്തായാലെന്ത്, ഇവിടെ പുറത്തായാലെന്ത്. സാഗർക്ക് ചോറിന് ചെന്നപ്പോൾ ആ ഹോട്ടൽ വെയിറ്റർമാരെല്ലാവരും പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവനെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് തള്ളി. ഇന്നലെന്താ? അവന് സബറുണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, തൽക്കാലം ഒന്ന് ചോറ് വേണ്ട. ഇങ്ങനെ വിചാരമുള്ളത് ഒരു ഹോട്ടലിനെ കുറിച്ച് തള്ളും എന്ന് വിചാരിച്ച് ആ എന്തെങ്കിലും നമ്മൾ ആ അള്ളാന്റെ ദീനനുസരിച്ചാവും, അല്ലാതെ ആവേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊന്നും എനിക്കൊണ്ട് ബേജാറുമില്ല. നിങ്ങൾ അള്ളാന്റെ ദീനാണ്. ഈ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ പറയും. ഹബീബായ റസൂലുള്ളാഹിയുടെ ദീന സമ്മതം കൊടുത്തത് നമ്മളെ ഏതെങ്കിലും സംഘടനയല്ല, കേരളത്തിലെ ഏതെങ്കിലും സംഘടനയല്ല സമ്മതം കൊടുത്തത്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പറയുമ്പോഴും സംഘടന നന്മകൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ്. സംഘടന കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട് എന്നും ഞാൻ അംഗീകരിക്കുകയാണ്. പല വലിയ ഉസ്താദുമാരും അവരിത് നിരപരാധികളുമാണ്, എല്ലാ വിഭാഗത്തിലും അവർ. പിന്നെന്താ, കൂട്ടുകാരായ ആളുകളാണ് ഈ ഫോൺ ചോർത്തിയിട്ട് ആഭാസകരമായ കളി കളിക്കുന്നത്. ഇത് കളരിക്ക് പുറത്താണ്, ഇത് റസൂലുള്ളാഹിയുടെ ഇജാസത്തിന്റെ പുറത്താണ്. ഇതിന് റസൂലുള്ള സമ്മതം കൊടുത്തിട്ടില്ല. അവസാനം ലോകത്ത് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തത് ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ പരസ്പരമുള്ള രക്തം, വ അംവാലക്കും, നിങ്ങൾ പരസ്പരമുള്ള ധനം, വ അഅറാലക്കും, നിങ്ങൾ പരസ്പരമുള്ള അഭിമാനം, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാണ്. അതായത് ഒരാൾ മറ്റൊരാളുടെ രക്തത്തിൽ തൊടാൻ പാടില്ല. വന്ന് 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 കയ്യാങ്കളിയിലേക്ക് വരെ ദീനി പ്രബോധനം ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെന്തുവാ? അംബാലക്കും, നിങ്ങളുടെ ധനം നിങ്ങൾ പരസ്പരം എടുക്കാൻ പാടില്ല തൃപ്തിയില്ലാതെ. വഅറാലക്കും, എൻ്റെ അഭിമാനം നിങ്ങൾ പറിച്ച് ചീണ്ടരുത്, നിങ്ങൾ അഭിമാനം ഞാനും പറിച്ച് ചീണ്ടരുത്. ഇന്ന ദിമാക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും, ഹറാമുൻ അലൈക്കും കശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഫീ യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ നാട്ടിൽ, ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ അതിന്റെ പവിത്രത പോലെ അത് ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അലാ ഹൽ ബല്ലഗ്തു, ഞാൻ ഇപ്രകാരം നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലേ? ബലാ യാ റസൂലല്ലാഹ്. അതെ, അവരാണ് പൂങ്കാറ്റ് പോലെ പോയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും മനുഷ്യരുടെ അഭിമാനത്തിൽ തൊടൂല എന്ന് സമ്മതിച്ചവരാണ് പ്രബോധനത്തിന് പോയത് മുത്തുനബിയുടെ അനുയായികൾ, മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദീനീ പ്രബോധനത്തിന്റെ വേദികളിൽ മറ്റൊരാളുടെ അഭിമാനം പറിച്ചുചീന്തിയാൽ അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ കളരിക്ക് പുറത്തായിരിക്കും എന്നും വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി ലാ യഖൂനുഹു വലാ യക്ദിബുഹു വലാ യഖ്ദിലുഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരുത്തൻ മുസ്ലിമിന്റെ സഹോദരനാണ്. വഞ്ചിക്കൂല, കളവ് പറയൂല, നിന്ദിക്കുകയുമില്ല. കുല്ലു മുസ്ലിമിൻ അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. അർളുഹു, ഒരു മുസ്ലിമിന്റെ അഭിമാനം മറ്റേ മുസ്ലിം തൊടാൻ പാടില്ല, ഹറാമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം ഹബീബായ റസൂൽ പറഞ്ഞത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ മഅ്ശറൽ നാസ് യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, ഖൽബിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ കയറാത്തവരെ, നിങ്ങൾ മനുഷ്യന്മാരെ പിന്നാലെ അവരെ മോശം അന്വേഷിച്ച് നടക്കരുത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാരെ മോശത്തരം അന്വേഷിച്ച് നിങ്ങൾ നടക്കരുത്. മറ്റുള്ളവരുടെ മോശത്തരം നിങ്ങൾ അന്വേഷിച്ച് നടന്നാൽ നിങ്ങളെ മോശത്തം അള്ളാഹും അന്വേഷിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതാ ഫസദ സമാൻ. ഉമർ ബിൻ ഖത്താബിൻ്റെ വാള്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ കയറി ചെല്ലിയ ഫഅല് ഹദീസിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് കേട്ടോളൂ. ഇന്നല്ലാഹു വലഅൽ ഹഖ അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിന്മേൽ അല്ലാഹു സത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ നബി പറഞ്ഞ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാള് കേട്ടോ. ഇദാ ഫസദ സമാനു, കാലം ദുഷിച്ചു പോയാൽ തഹഫളു മിനൻ നാസി ബിസൂഇൽ ലന്നി, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിചാരം ഒഴിവാക്കണം, അത് ഉപേക്ഷിക്കണം, അതുണ്ടാകരുത്.
അലാ കുല്ലി അൻ ലാ യുഖീമ ഉദ്റ മുഖ്താബിൻ. ഗീബത്ത് പറയുന്നവൻ ഒരു ഉദ്ർ പറഞ്ഞാലും സ്വീകരിക്കരുത്. വഇൻ ഖാല സിദ്ഖൻ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അംഗീകരിക്കരുത്. മനസ്സിലായില്ല? വേറെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഒരാൾ പറഞ്ഞത് നേരാണെങ്കിലും അവനെ സ്വീകരിക്കരുത്. കേട്ടോ കേട്ടോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാ യുഖീമ ഉദ്ർ മുഖ്താബിൻ, ഒരു ഗീബത്ത് പറഞ്ഞത് ഉദ്ർ സ്വീകരിക്കരുത്. വഇൻ ഖാല ഹഖൻ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും. വലാ യുസായിദുഹു, അവനെ സഹായിക്കരുത്, അതായത് അവന്റെ സഹസിൽ ഇരുന്ന് കൊടുക്കരുത്. ഹദീസിന്റെ ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ദുആ ഇറന്നാൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. വൈകുന്നേരം വരെ 2, 3, 4 മണിക്കൂർ മറ്റൊരു മുസ്ലിം സംഘടനയോ മുസ്ലിമിനെയോ പരിധി വിട്ട് ഹുർമത്ത് പറിച്ച് ചെയ്യുന്ന വ്യക്തിപരമായ ഹത്യകളും ഫോൺ ചോർത്തലും തോന്നിയാസങ്ങളും ഇങ്ങനെ പറയാം. എന്നിട്ട് അവസാന ദുആ സമ്മേളനം, അതിലെന്ത് വേനയുള്ളത്? അത് അള്ളാഹു നാടകല്ലേ മനുഷ്യന്മാര്. ഇത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് മുത്ത് മുഹമ്മദ്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് സംഗതി നേരാണ്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയും, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയും. എന്നാ തിരക്കേടില്ല, അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്ഷേപിച്ച സ്ഥലത്ത് ദുആ ചെയ്ത ആ ദുആ അല്ലാഹു തആല, ആ സദസ്സിലെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. 3 മണിക്കൂർ നേരം മറ്റൊരുത്തൻ്റെ മാന്യത പറിച്ച് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ അടുക്കളയുടെ ഉള്ളിൽ പോകുന്ന ജാതിയുള്ള തോന്നിയാസങ്ങൾ ക്ലിപ്പിംഗ് ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചിട്ട് അവസാനം ഒറ്റ ദുആ. എന്ത് മാന്യ, അതിൻ്റെ മാന്യ മനുഷ്യന്മാരെ അല്ലാഹു സ്വീകരിക്കൂലാന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ക്ലിപ്പിങ്ങും ഈ ഫോൺ ചോർത്തലും അവസാനിപ്പിച്ചേ മതിയാവും. അത് ദഅവത്തല്ല, അത് തമ്മാടിത്തരാണ്. അത് രാഷ്ട്രീയക്കാർ കാണിക്കാത്ത പോലും, രാഷ്ട്രീയക്കാർ പോലും ഇങ്ങനെ പറയുക. രാഷ്ട്രീയക്കാരും ക്ലിപ്പിംഗ് ഒന്നും ആയിട്ടില്ല, അവരിങ്ങനെ പറയും 932 എന്ത് സംഭവിച്ചു, 962 എന്ത് സംഭവിച്ചു, 978 എന്ത് സംഭവിച്ചു. UDF പ്രസ്താവന പ്രസംഗം, UDF ആൾ വന്നു, 968 എന്ത് സംഭവിച്ചു, 972 എന്ത് സംഭവിച്ചു. പിറ്റേന്ന് LDF ആളുകൾ വന്നു, 968 ഒന്നും സംഭവിച്ചിട്ടില്ല, 972 ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിനെ അങ്ങോട്ട് ബേജാറുമില്ല. കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലല്ലോ. എന്തൊരു മാന്യന്മാരാണ്. EMS ക്ലിപ്പിംഗ് കൊണ്ട് ലീഗും കോൺഗ്രസ്സുകാരും ജനമധ്യത്തിൽ കാണിക്കേ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ CH ഒക്കെ ക്ലിപ്പിംഗ് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കേ, ഒന്നുമില്ലല്ലോ. എത്ര മാന്യന്മാർ, ആലോചിച്ച് നോക്കി. ഒന്നുമില്ല, കുറെ കണക്ക്. ഒരു രാഷ്ട്രീയ പ്രസംഗം കഴിയുമ്പോഴത്തേന് കുറെ കണക്ക് നമ്മൾ പഠിക്കും. 68 ഉണ്ടായിരുന്നു, 64 ഉണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നല്ലാതെ ഒരു ബേജാറുമില്ല, ഒന്നുമില്ല. അത് പറഞ്ഞ് അവർ പോയി കഴിഞ്ഞു ചെയ്തു. ഇതെന്താ അവസ്ഥ? അതുകൊണ്ട് ഇതിന് ദീൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇന്നവര് നിലക്കല്ല പറയുന്നത്. ആരും ഇതിൽ ബേജാറാവണ്ട. നാളെ പനിക്കൊണ്ട് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ഗുളിക കുടിച്ച് ആരും ബേജാറാവണ്ട. പനിക്കാണെങ്കിൽ ഗുളിക കുടിച്ചാൽ മതിയല്ലോ. പനിക്കാതെ ഗുളിക കുടിച്ച് ബേജാറായി ആൻറ്റിബയോട്ടിക് കയറ്റിയിട്ട് കിഡ്നി താറാകേണ്ട ആവശ്യം എന്താണ് മനുഷ്യന്മാരെ? അതുകൊണ്ട് പറഞ്ഞതെല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ ഇത് ആർക്കെതിരെയുള്ള പരിപാടിയല്ല. അങ്ങനെ ചില ആളുകൾ ധരിച്ചിട്ട് ഈ പരിപാടി നിർത്തിവെച്ചു എന്ന് ഫേസ്ബുക്കിലും മറ്റും കൊടുത്തു. ഇത് ആർക്കും എതിരല്ല, ഇതിനെതിരല്ല എന്ന പരിപാടിയാണ്.